നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച 2 പേരെ പിടികൂടി. ചേലക്കരയിൽ ഓടുന്ന ബസിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്ക്. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി കുഴി രമേശ് അറസ്റ്റിൽ. അനുഷ്ഠാന കലയായ കൊയ്ത്തുപാട്ടിന്റെ ഈണത്തോടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം നടന്നു. ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി തുറങ്കിലടച്ചുകൊണ്ട് നിയമപാലകർ നടത്തിയ നടപടികൾക്കെതിരെ പ്രതിഷേധം. പാവറട്ടി വടക്കേ കൊഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. വിശദമായ വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച 2 പേരെ പിടികൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ചാലക്കുടി, കൊരട്ടി, തൃശൂർ, വേളാങ്കണ്ണി, സേലം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച താഴേക്കാട് സ്വദേശി വാഴക്കൂട്ടത്തിൽ വീട്ടിൽ അമൽ, തമിഴ്നാട് സേലം തുട്ടംപട്ടി താരമംഗലം സ്വദേശി വിശ്വഭായ് എന്നറിയപ്പെടുന്ന വിശ്വ എന്നിവരെ സേലത്ത് നിന്ന് പിടികൂടി. പ്രതികളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ചാലക്കുടിയിലെത്തിച്ചു. അന്വേഷണ സംഘം ഒരാഴ്ചയോളം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ സേലത്ത് നിന്ന് കണ്ടെത്തിയത്. ചേലക്കരയിൽ ഓടുന്ന ബസിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്ക്. പയങ്കുളം തേരുങ്കാട്ടിൽ വീട്ടിൽ സുശീലയ്ക്കാണ് ബസിൽ നിന്ന് വീണ് പരിക്കേറ്റത്. സുശീലയുടെ വലതുകൈ ഒടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ ചേലക്കര റൂട്ടിലോടുന്ന മുതലാഞ്ചിറ എന്ന ബസിൽ നിന്നാണ് വീണത്. ഇന്ന് കാലത്ത് 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് ഫ്രണ്ട് ഡോറിലൂടെ തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. കയ്യിൽ പൊട്ടലുള്ളതിനാൽ സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ആവശ്യമാണ്. അതിനായി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി കുഴി രമേശ് അറസ്റ്റിൽ. കൊമ്പുടിഞ്ഞ മാക്കലുള്ള താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ബാങ്കിലെ ഡോറും കസേരയും നശിപ്പിക്കുകയും ചെയ്ത ആളൂർ താഴേക്കാട് കണക്കംകടവ് വീട്ടിൽ കുഴി രമേശ് എന്ന് വിളിക്കുന്ന സുരേഷ് KS-നെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്കിലെ ജീവനക്കാരുടെ ജോലിക്ക് തടസ്സം നിന്ന് ബാങ്കിലെ ഡോറും കസേരയും നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയതിന് സഹകരണ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജിമോൻ B, സബ് ഇൻസ്പെക്ടർമാരായ ജോർജ്, സുരേന്ദ്രൻ, ASI രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അനുഷ്ഠാന കലയായ കൊയ്ത്തുപാട്ടിന്റെ ഈണത്തോടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം നടന്നു. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജൂലൈ 30 നടക്കുന്ന ഇല്ലം നിറയോടനുബന്ധിച്ച് കൊട്ടിലാക്കൽ പറമ്പിൽ ദേവസ്വം സ്വന്തമായി കൃഷി ചെയ്ത കൃഷിയിടത്തിൽ ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിരുകൾ കൊയ്തെടുത്തു. അനുഷ്ഠാന കലാകാരൻ ഉദിമാനം അയ്യപ്പക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെയാണ് കൊയ്ത്തുത്സവം നടന്നത്. തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനോരത്ന നെൽവിത്തുകളാണ് ഇവിടെ കരനെൽ കൃഷിയുടെ ഭാഗമായി വിതച്ചിരുന്നത്. 90 ദിവസം മൂപ്പുള്ള നെൽവിത്തായതിനാൽ ജലസേചന സൗകര്യം കുറവുള്ള ഇടങ്ങളിലേക്ക് ഉത്തമമാണ് ഈ ഇനം നെല്ല്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൂടൽമാണിക്യം ഇല്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കതിരുകൾ സ്വന്തം ഭൂമിയിൽ നിന്നാണ് വിളവെടുക്കാറ്. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് അജയ് കുമാർ, K ബിന്ദു, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി തുറങ്കിലടച്ചുകൊണ്ട് നിയമപാലകർ നടത്തിയ നടപടികൾക്കെതിരെ പ്രതിഷേധം. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വികാരി വർഗീസ് പാത്താടനച്ചൻ
അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ തണ്ടിയേക്കൽ, കൈക്കാരന്മാർ, ഭക്തസംഘടനകൾ, ഇടവക ജനങ്ങൾ, ഇടവക അതിർത്തിയിലെ കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ്, രൂപത കേന്ദ്രസമിതി പ്രസിഡന്റ് എന്നിവർ ടൗൺ ചുറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധമറിയിച്ചു. വൈകിട്ട് 6 മണിക്ക് സെന്റ് മേരീസ് ഫൊറോന ദേവാലയ മുറ്റത്ത് നിന്നും വികാരി വർഗീസ് പാത്താടനച്ചൻ പന്തം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത പ്രകടനം ടൗൺ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. വർണ്ണവർഗ മതഭേദമന്യേ ഭാരതീയർ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നറിയിച്ച് നടത്തിയ തന്റെ സമാപന സന്ദേശത്തിന് ഒടുവിൽ വികാരിയച്ഛന്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സാഹോദര്യം കാത്തുസൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്തു. കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസി കൊട്ടേക്കാരൻ നന്ദി അറിയിച്ചു. പാവറട്ടി വടക്കേ കൊഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കോഞ്ചിറ മുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂർ ശ്രീകാർത്യായനി ക്ഷേത്രത്തിലും പ്രാർത്ഥനകൾ നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പൊഴുതുമാട്ടത്തിന് എത്തിയത്. പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളം കുറ്റിയടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക. ഈ ചടങ്ങാണ് പൊഴുതുമാട്ടം. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന പൊഴുതുമാട്ടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ വി എ ഹാരിസ്, ഹാജി പി എം, കുഞ്ഞിബാബു ഹാജി, ബിജോയ് പെരുമാട്ടിൽ, എ ആർ രവീന്ദ്രൻ, വി എ ശൈല, ടി എ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കടകളെല്ലാം അടച്ചു. എഞ്ചിൻപുരയിൽ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തനം സജ്ജമാക്കി. ആഗസ്റ്റ് 1 വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം നിരത്തി ഓണത്തിന് ശേഷം വിത നടത്തും. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാവുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,150 രൂപ, പവന് 73,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച 2 പേരെ പിടികൂടി. ചേലക്കരയിൽ ഓടുന്ന ബസിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്ക്. ആളൂരിൽ ബാങ്കിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ സ്റ്റേഷൻ റൌഡി കുഴി രമേശ് അറസ്റ്റിൽ. അനുഷ്ഠാന കലയായ കൊയ്ത്തുപാട്ടിന്റെ ഈണത്തോടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം നടന്നു. ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി തുറങ്കിലടച്ചുകൊണ്ട് നിയമപാലകർ നടത്തിയ നടപടികൾക്കെതിരെ പ്രതിഷേധം. പാവറട്ടി വടക്കേ കൊഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്.
വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.